അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ പ്ലേസ് പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണ ഒരു വെറൈറ്റി പ്ലേസിലേക്ക് കേട്ടോ. അപ്പോൾ അത് എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഒരു വെള്ളച്ചാട്ടമാണ്, നമ്മുടെ ഈ ലൊക്കേഷനിലുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ എന്നാലും അവിടെ ചെന്നിട്ട് ഉറപ്പായിട്ടും കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ദേ എൻ്റെ പുറകിൽ ദേ അവിടെ കാണുന്ന കേട്ടോ വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ ഇവിടുന്ന് കുറച്ച് കയറി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് പോകാനുള്ള വഴി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ സൈഡിൽ ഇതുപോലെ കൈവരികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവിടേക്ക് ഇത് ഇങ്ങനെ വെള്ളം കിടക്കണ കാണാം കേട്ടോ. വന്നോണ്ടോ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതോറും നമുക്ക് സൗണ്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ അടുത്തേക്ക് പോകാനുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് മുകളിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ താഴത്തുനിന്ന് നടന്നു വന്നത്. നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്നാ ഒരു പാറയുടെ മുകളിൽ കയറിയതാണ് ഞാൻ വീഡിയോ എടുക്കണേ. നമുക്ക് അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ അപ്പുറത്തൂടെ വഴി. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴത്തൂടെ ആ വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങി വരാം. ആ വെള്ളം ഇപ്പോൾ ഒന്നും അങ്ങോട്ട് പോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കാരണം ഇപ്പോഴൊക്കെ വെള്ളം കുറവാണ്. എന്നാ നല്ല മഴയൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഇപ്പം ഈ നിൽക്കുന്ന പാറയെ പോലും നിൽക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ താഴത്തുനിന്നാട്ടോ നമ്മളിങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നത്. അപ്പോൾ ഇതിക്കടെ ഇങ്ങനെ കയറി വന്നേ. ഗൈസ് ഇപ്പോഴൊക്കെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ പോയി നിൽക്കണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഇപ്പം മഴയൊക്കെ കുറവുള്ള സമയമാണ്. അപ്പം വെള്ളം ഭയങ്കര കാര്യമായിട്ട് വരുന്നൊന്നുമില്ല. നല്ല മഴയുള്ള സമയത്ത്, നല്ല വെള്ളപ്പൊക്കമുള്ള സമയത്തൊക്കെ ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 7 അയലൊക്കത്ത് പോലും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ വെള്ളത്തിൽ തൊടാൻ പോലും പറ്റില്ല. കാരണം അതുപോലെ ശക്തിക്ക് വെള്ളം ചാടുമായിരിക്കും. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇതാണ് ഞണ്ടിരക്കി വാട്ടർഫോൾസ്. അപ്പോൾ ഒത്തിരി ഫേമസ് ഒന്നും ആകാത്ത സ്ഥലമാണ്. കാരണം നമ്മുടെ ഈ എന്ന ലൊക്കേഷനിലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. ഈ ഒരു വെള്ളച്ചാട്ടം നിങ്ങളിപ്പോൾ ഈ ഒരു രീതിക്ക് കാണരുത്. കാരണം ഇവിടെ നല്ല മഴയുള്ള സമയത്തൊക്കെ ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ തൊട്ട് താഴെ വെള്ളത്തിൻ്റെ താഴെ വരെ പോയിട്ടോ. അപ്പോൾ നമുക്ക് നല്ല മഴയത്ത് നല്ല വെള്ളം വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഇവിടെ വെള്ളമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് തന്നെ ഇവിടെ വരെ ഭയങ്കര ചാറ്റിലാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വാട്ടർഫോളാണ് കണ്ടോ. അത്യാവശ്യം നല്ല വലിയ വാട്ടർഫോളാണ്. ഈ സ്ഥലത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണ്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് അടിപൊളിയാണ്. അപ്പം ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് കാര്യങ്ങളൊന്നും അല്ല. ഇടയ്ക്ക് ഇവിടെയുള്ള കേട്ടറിഞ്ഞ് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ജസ്റ്റ് വന്ന് കണ്ടുപോകും. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫാമിലി ഇപ്പോഴേ വേറെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ലൊക്കേഷനിലുള്ള അറിയാവുന്ന ആൾക്കാരൊക്കെ വരാറുള്ളൂ. അല്ലാണ്ട്
പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ അങ്ങനെ പിന്നെ ഒരു ഇതായിട്ടൊന്നും അങ്ങനെ വലിയ ആൾക്കാരൊന്നും വരാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലമൊന്നും ആയിട്ടില്ല. വലിയ ഫേമസ് അല്ല ഈ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ ഇങ്ങനെ കാണിച്ചാട്ടോ നമ്മൾ കയറി വന്നത്. അപ്പം അതുങ്ങളെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മളത് അങ്ങ് താഴെ അവിടെയാണ് നമുക്ക് ഇതിൻ്റെ റോഡ് വരുന്നത്. ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വാട്ടർഫോൾസ് അവിടെ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയും അടുത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അടുത്ത് വരെ ചെല്ലാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണ് നമ്മുടെ ഞണ്ടിരക്കി വാട്ടർഫോൾസ്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനോട് വിട പറഞ്ഞ് പോവാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത നമ്മുടെ പാർട്ട് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ.